guys, welcome back to our channel. തൂറി എറിയുന്നില്ല. ഞാൻ കൊരക്ക് അല്ലെങ്കിൽ നീ കൊര. ആര് കൊരക്ക്? Ready 1, 2, 3, start. നീ പറ. Start. Hello guys, welcome back to our channel. Guys, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ബൈ ചലഞ്ചുമായിട്ടാണ്. ഓൾറെഡി നമ്മളൊരു ചലഞ്ച് ഫ്ലോപ്പായി. അത് വിട്. നമ്മളിപ്പോ വന്നിരിക്കുന്ന അടുത്ത ചലഞ്ചുമായിട്ടാണ്. ഈ ചലഞ്ചിൽ ഇനി ആര് ജയിക്കുമെന്ന് നോക്കാം. ഇതിൽ കള്ളക്കളിയോ ഒന്നുമില്ല. ഈ അലവലാതി ഇനി ചിരിപ്പിക്കുകയാണെങ്കിൽ ഇത് വെച്ച് നാളെ കണ്ടേ അടിച്ചു. ഞാനല്ലേ ചിരിപ്പിച്ച. അതെല്ലാവർക്കും അറിയാം, ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. ഗൈസ്, നമ്മൾ കത്തിയൊന്നും ഇല്ല, നമ്മൾ കൈ കൊണ്ടാണ് ഇതൊക്കെ തോലിക്കണം. കത്തി നോക്കിയിട്ട് കണ്ടില്ല ഗൈസ്, ഇനി ഇതിന് തിരക്കാൻ സമയമില്ല. അപ്പൊ ഇത് നമ്മള് സാഹസികമായിട്ട് കൈകൊണ്ട് തന്നെയാണ് പൊളിക്കുന്നത്. പൊളിക്കുമ്പോ ഒന്ന് ശുഭകരമായി തുടങ്ങാം. വെള്ളം ചുമല വാങ്ങിയിട്ട് വഴി എന്ന് പറഞ്ഞപ്പോ അവള് വാങ്ങിക്കൊണ്ട് വന്ന് വെള്ളം. ഞാൻ ഇനി കുഴിച്ചു നോക്കിട്ടോ പറ്റുന്നില്ല. കടക്കാരടുത്ത് ചോദിക്കാൻ വേണ്ടി വയ്യാവും. ഗൈസ്, ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ് ഗൈസ്. ഇങ്ങനെ പോയി ചളവുള്ള. അതെ അതെ, പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം കേട്ടോ. പിന്നെ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പൊളിക്കുമ്പോ ഒന്നും ഞാൻ ഫസ്റ്റ് ഞാൻ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്, പൊളിച്ച്. എത്ര ബൈറ്റ് ഗൈസ്? ഇത് ഞാൻ ഒരു 3 ബൈറ്റില് ഞാൻ ഇത് ഫിനിഷ് ചെയ്യും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. ഫ്രിഡ്ജിലിരുന്നിട്ട് കൈ തന്നെ വരയിരിക്കുന്നു. ഇതെനിക്ക് 3 ബൈറ്റ് വേണം. ഇത് ചെറുത്, അത് നീളമില്ല, അത് നീളമുണ്ട്. ഞാൻ ഒരു 3 ബൈറ്റില് ഞാൻ ഫിനിഷ്. അപ്പൊ ഞാൻ 3 ബൈറ്റ്. ഇന്ന് 3 ബൈറ്റിൽ ആര് ജയിക്കാന്ന് കാണാം. നീ ഫസ്റ്റ് സ്റ്റാർട്ട്. ഇല്ല നീ സ്റ്റാർട്ട്. ഇല്ല, അത് പറ്റൂല. ഇല്ല സ്റ്റാർട്ട് ചെയ്യ. നീ സ്റ്റാർട്ട്. കഴിഞ്ഞ കളിക്ക് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. കളിച്ചിട്ട് ആർക്കാണോ കിട്ടുന്നത് അവര് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. ഗൈസ്, ഞാനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആരും എന്നെ ബേക്ക് ചെയ്ത് കപ്ലറ്റ് കിട്ടും. ഓരോ ഭാഗത കിട്ടും. കിട്ടും 3 ബൈറ്റ് കിട്ടും. ഗായ്സ്, ഇവിടെ ബാക്കി ഇരിക്കുന്ന എല്ലാരും ആവേശം കൊണ്ട് ഇങ്ങനെ ചാടിയൊക്കെ എഴുന്നേറ്റിരിക്കുന്നു. സറ കാണിച്ചോട്. മധുരമുണ്ട്, ഭയങ്കര മധുരം. തണുപ്പായതുകൊണ്ടാണ് പല്ലൊക്കെ ഒരുമാതിരിയാവും. തണുപ്പ് ഫ്രിഡ്ജ് വെച്ച് എന്റെ കമ്പനിയുടെ കൂടെ കുറെ ഇറങ്ങി. ഞാൻ നോക്കും ഗൈസ്, നമ്മൾ വിട്ടു കൊടുക്കരുത്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അടുത്ത രണ്ടാമത് ഞാൻ ബൈറ്റ് കേട്ടാ ഗൈസ്. എന്റെ രണ്ടാമത്തെ ബൈറ്റാണ്. കുത്തി കയറ്റി വാങ്ങ സൈഡ് കൂടി. അതന്നെ, അങ്ങനെ തന്നെ 3 കൂടി. ഇതേ കേറ്റ് സൈഡ് അങ്ങനെ തന്നെ ലാതി ബാക്ക് പിടി. ഫിനിഷ് ചെയ്യട്ടെ. സപ്പോർട്ട് തരും. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ. ശരിയാ ഗൈസ്. ഇനി ബാക്ക് പിടില്ലാതെ എന്നാലേ പോകും. കൊച്ചുമ്പ പറയുന്ന അഭിപ്രായത്തിനോട് യോജിക്കണ്ടേ? എന്താണ് അഭിപ്രായം? എന്താണ്? പോട്ട് ഒത്തിരി പോട്ട്. നീ ഇത് എത്ര ബൈറ്റിൽ കളിച്ച? 1 ബൈറ്റ് തന്നെയാണ്. ഇതാണ് 2 ബൈറ്റ് പോകും. ഇല്ല, ഈ ചാനൽ ഞാൻ ജയിക്കും. ഇത് കുറച്ച് ഇത് വലുതാണ് ഗൈസ്. ഇത് നീളമാണ്, വീതി അത്രേ ഉള്ളൂ. ഷവർമ എന്നുള്ള തൊണ്ടേ കടഞ്ഞ് ഗൈസ്. അടുത്ത എന്റെ 3ാമത്തെ ബൈറ്റ്. ചുമ്മാ കഴിക്കാനുള്ളതേ ഉള്ളൂ.
ചുമ്മാ കഴിക്കേണ്ടതാണ്. ഇത് തണുപ്പില്ലാണ്ട് വീണ്ടും കിടക്കുക. എനിക്കറിയാം എല്ലാം കൂടെ മരവിക്കണം. തണുപ്പ് വെക്കേണ്ടായിരുന്നില്ല. വലിയ പീസായി പോയി. പറ്റില്ല. ചലഞ്ച് ഇത് നേരത്തെ ചെയ്ത് വേണമായിരുന്നു. റെയ്നാക്കെന്ത് കിട്ടി? പക്ഷെ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നാട്ടുകാരെ ഡ്രാഗൺ ഫ്രൂട്ട് ചലഞ്ച് ദാദിയ കൊല്ലപ്പെട്ടിരിക്കുന്നു. രണ്ടോടെ ചലഞ്ച് വിന്നായി. കയ്യാണ് കയ്യാണ് ഇതെന്നെ കഴിഞ്ഞോട്ട് പറ്റിയത്. ഇവിടെ ഇങ്ങനെ ഇറക്കി അത് കഴിച്ചാ രണ്ടേ പിന്നെയാ ഫുള്ള് കഴിച്ചല്ലോ. ഗൈസ് അങ്ങനെ നമ്മൾ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? കഴിഞ്ഞ ഗെയിമിനും ഇവരെങ്ങനെ ചീറ്റിയാൻ നോക്കി, ഈ ഗെയിമിനും ഞാൻ കഴിച്ചിട്ട് എന്നെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ഇന്ത്യൻ കോഴ്സിറ്റില്ല ഇതാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യ നമ്മൾ ജയിച്ചേട്ടാ. എന്നാലും ഞാനാണ് കൃത്യമായിട്ട് പറഞ്ഞ ജയിച്ചത്. അവിടെ 2 പീസ്. പിന്നെ അതൊന്നും കൂട്ടാൻ പറ്റൂല. അതിന് പറഞ്ഞില്ല. ഞാൻ വയറ്റില്ല തീർത്ത്. ഇവിടെ വേറെ ഒന്നുമില്ല. ഓ അപ്പൊ ഇന്ത്യ എന്തായാലും ഓക്കെ ആയി. എന്നാലും ഇല്ല, കൊച്ചുമ്മ എന്റെ ഫ്രണ്ട് വിലയിട ഇതിൽ ആരാണ് കൊച്ചമ്മ ആശുപത്രി പോണോ? ആരാണെന്ന് പറയാം. ഇതില് 2 പേരും വിന്നറാണ്. 2 പേരും കഴിച്ചിട്ടുണ്ട്. ബെറ്റർ ആയിരുന്നു വെച്ചാല് ആശുപത്രി പോണോ? നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. അല്ല, ബെറ്റർ വെച്ച് വലിപ്പം കൂടുതൽ വെക്കായിരുന്നു. സത്യം പോലെ പോണ്ടേ. അതാണ് വലിപ്പം ചെറുതായിരുന്നു. എന്നാലും നീയും ഓക്കെയാണ്, നീയും ഓക്കെ. എന്നാലും വട്ടി എന്നോട് കളിക്കാൻ വന്നുണ്ടല്ലോ. ഒരിത് ഇതിപ്പോ ജാങ്കോ ഞാൻ പെട്ടതാ. എന്നാലും ഒരു പടി മേൽ ആര് ഒരു പടി മേല്, 2 പേരും ഒരു പടിക്ക് മേലാണ്. ഇത് നമ്മുടെ മൈക്കാണ്. ഓഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പം ഇവിടെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോണോന്ന്. ഇവള് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ആർക്ക് സപ്പോർട്ട് നിൽക്കുമെന്ന് ചോദിച്ചാല് 2 കൊച്ചുമാർക്ക് കഴിയില്ല. അതുകൊണ്ട് കൊച്ചു